നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് മാഷും ശ്രീജ എല്ലാരും കൂടെ ചേർന്നിട്ട് കമലയെ കൊണ്ട് മുറിയിലേക്ക് കടത്തുവാണ്. അങ്ങനെ കിടത്തി മുഖത്ത് കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് കഴിഞ്ഞപ്പോൾ കമല ഇങ്ങനെ കണ്ണു തുറന്ന് ചുറ്റും നോക്കുവാണ്. ആ സമയം മാഷ് പറഞ്ഞു, പേടിക്കേണ്ട കമലെ, ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. നമ്മളെ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവിടേക്ക് വന്നിട്ട് നന്ദിനി പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റില്ലമ്മേ. വിനയേട്ടനെ എന്തൊക്കെ ചെയ്തേ? വിനയേട്ടനെ അടിച്ചു, ചവിട്ടി കൂട്ടുമൊക്കെ ചെയ്തില്ലേ? പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന എനിക്കിട്ടും കിട്ടിയാന് കൃത്യസമയത്ത് തന്നെ അച്ഛൻ എൻ്റെ ഇടയ്ക്കിലേക്ക് കയറിയതുകൊണ്ടാ, അല്ലേ എനിക്കിട്ടും കിട്ടിയാനും ചവിട്ടെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് മാഷ് പറഞ്ഞു, നന്ദിനി നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറയണം. പിന്നീട് മാഷ് പറഞ്ഞു, കമലെ നീ എന്തിനാ വിഷമിക്കണേ? എന്നാലും നമ്മുടെ മോനെ ഇനി അവന് ഉപദ്രവിക്കാൻ പറ്റുമോ ചെയ്യുക? അയാൾ വാസവന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദിനി പറഞ്ഞു, പിന്നെ ഉപദ്രവിക്കാതിരിക്കുക, കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ എന്താ ചെയ്യുന്ന പറയാൻ പറ്റില്ല. ഇയാളെ പോലുള്ള ഒരുത്തനൊക്കെ നാളെ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇപ്പം തന്നെ കണ്ടില്ലേ, വെട്ടും കുത്തുമൊക്കെ ആയിട്ട് നടക്കണേ. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, അയാളെ പോലുള്ള ആൾക്കാരൊക്കെ അധികാരത്തിൽ വരും, അതുറപ്പാ. എന്നിട്ടോ പിന്നീട് വിളിച്ചു പറയും വീരകഥകളൊക്കെ. പണ്ട് ഞങ്ങൾ കൈക്കകത്ത് നാടൻ ബോംബും തോക്കും അങ്ങനെയൊക്കെ കൊണ്ടു നടന്ന പ്രായമായി കഴിയുമ്പോഴത്തേനും വിളിച്ചു പറയാനായിട്ട് വീരകഥകളായല്ലോ. പിന്നെ കൂടെ എന്തിനും പോകുന്ന കുറച്ച് അണികളും കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നായിരിക്കും വിചാരം. ഇയാളെ പോലുള്ള ആൾക്കാരൊക്കെ അധികാരത്തിൽ വന്നിട്ടാണ് പിന്നെ പല കാര്യങ്ങൾ ചെയ്യുന്നത്. സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, എൻ്റെ മോനെ അവനെന്തേലും ചെയ്യുവോ? നീ പേടിക്കാതിരിക്കുക കമലെ. അല്ല, ഇതുവരെയായിട്ടും അവനെ ഈ പറയുന്ന വാസവന്റെ കൈ കിട്ടിയിട്ടില്ലോ, അതിനർത്ഥം അവൻ സുരക്ഷിതമായ ഏതോ കൈകളിലാന്നാ. അവനൊന്നും സംഭവിക്കാൻ പോകത്തില്ല. അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു, വിശ്വേട്ട ശ്രീകാര്യ ശ്രീനിവാസനെ കാണാൻ പോയിരിക്കുക സഹായം ചോദിക്കാനായിട്ട്. എന്തിനാ ശ്രീജ? അയാളെ പോലുള്ള ഒരു ഗുണ്ടയുടെ സഹായം തേടേണ്ട കാര്യമുണ്ടോ? ഉറപ്പായിട്ട് ഈ ഇലക്ഷൻ ഒന്ന് കഴിയുന്നതോട് കൂടിയിട്ട് വിക്രം അയാളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുമെന്നല്ല പറയണേ, അയാളുമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ അവസാനിക്കുന്ന. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി അയാളുടെ സഹായം പോയി തേടേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയണേ. അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു, എന്നാലും വിക്രത്തിനെ നമുക്ക് സുരക്ഷിതമാക്കണ്ടേ അച്ഛാ. അതൊന്നും ഓർത്ത് നീ പേടിക്കേണ്ട ശ്രീജ. ഇപ്പം അവൻ എവിടെയാണുള്ളെങ്കിൽ അവൻ സുരക്ഷിതനാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടൊന്നും സംഭവിക്കില്ല. കമല പറഞ്ഞു, എൻ്റെ മോനൊന്നും സംഭവിക്കില്ലോ അല്ലേ? എന്ത് സംഭവിക്കാനാ? ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, നീ ധൈര്യമായിട്ടിരിക്കും കമലെ എന്നും പറഞ്ഞുകൊണ്ട് കമലെ ആശ്വസിപ്പിക്കുകയാണ് മാഷ്. ഇതേ സമയത്ത് വേദ ഡോക്ടർ ഇഷിതയെ വിളിക്കുകയാണ്. ഇഷിതയെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല വിക്രം അവിടെ ഇല്ലേ? വിക്രം ആഹാരമൊക്കെ കഴിച്ചോന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം ഇഷിത ചോദിച്ചു, ഇത് ചോദിക്കാൻ വേണ്ടി വിളിച്ചാണോ? അല്ല, ഞാൻ ചോദിച്ച എന്തേലും കഴിച്ചോന്ന്. അതെ, വിക്രം കഴിച്ചെന്ന് പറയാണ്. ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തേന് ഞാൻ ചോറുണ്ടാക്കി റൈസ് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ആ കാര്യം ഓർത്ത് പേടിക്കണ്ട. പിന്നെ അത് മാത്രമല്ല, മീൻകറിയുണ്ട്, പിന്നെ ഒരു പപ്പടം പൊള്ളിക്കാം, പിന്നെ എന്തേലും മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കാം. അത്രയും പോലെ വിക്രത്തിന് ഉച്ചയ്ക്ക് ഒന്ന് പോടി അവിടുന്ന് എന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു, അല്ല ഇപ്പം ഈ വിളി എന്തിനാന്ന് എനിക്കറിയാം. വിക്രത്തോട് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇപ്പം എൻ്റെ ഫോണിലേക്ക് വിളിച്ചതെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ നീ വല്ല തിരക്കിലാണോ? എന്ത് തിരക്ക്? വിക്രത്തിന് ഫോൺ കൊടുത്താൽ പോരെ, ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇഷിത അങ്ങോട്ട് പോവുകയാണ്. ആ സമയത്ത് വേദ പറഞ്ഞു, എന്താണെങ്കിലും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു വിക്രത്തിൻ്റെ പേരിൽ. എന്തിനാ പേടിക്കണേ? ഇവിടെ വിക്രം സേഫ് അല്ലേ? വിക്രത്തിന് ഒരു പ്രശ്നമില്ല. കാരണം ഞാനും നീയും തമ്മിൽ ഫ്രീക്വൻ്റായിട്ട് അങ്ങനെ കോണ്ടാക്റ്റുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ആർക്കും ഒരു സംശയം തോന്നാൻ വഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ വിക്രത്തിൻ്റെ കൊണ്ട് ഫോൺ കൊടുത്ത് വേദയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ സംസാരിക്കാനായിട്ട് തുടങ്ങി. കുറേ സമയം സംസാരിച്ചു പരസ്പരം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം കോള് കട്ട് ചെയ്തു. ആ സമയത്ത് ഇഷിത പറഞ്ഞു, എനിക്ക് എന്താണെങ്കിലും നിങ്ങളുടെ ഈ സംസാരം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ല, എനിക്ക് മനസ്സിലാത്ത ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. എന്താ? ഇതുവരെയായിട്ട് നിങ്ങൾ പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ലോ. അതെന്തുകൊണ്ടാ? നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അതെ, എല്ലാ പ്രണയവും നമ്മളങ്ങനെ തുറന്നു പറയണമെന്നില്ല, പറയാതെ പറയുന്ന പല പ്രണയങ്ങളും ഉണ്ട്. ഇതൊക്കെ പണ്ടേ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാന്ന് പറയാണ്. എങ്ങനെ? ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയാതെ പറയില്ലേ? ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ ഇഷ്ടമുണ്ട്, അത് രണ്ടുപേർക്കും നന്നായിട്ടറിയാം. അത് പറയാതെ പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, അത് ശരിയാ വിക്രം പറഞ്ഞത്. വിക്രത്തിന് വേദയുടെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അവൾക്ക് തന്നെ ഇഷ്ടമാണെന്നറിയാം, അതുപോലെ തന്നെ അവളെ തനിക്കും ഇഷ്ടമാണെന്നറിയാം. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അല്ല എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. സാധാരണ ഇത് ഞങ്ങൾ ആണുങ്ങളാണ് ഇതുപോലെ കൂടുതൽ റിസ്ക് ഒക്കെ എടുക്കുന്നത്. പെണ്ണുങ്ങൾ ഇങ്ങനെ റിസ്ക് എടുക്കില്ല. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് ഡോക്ടർ ഇഷിത നന്നായിട്ട് റിസ്ക് എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ, ചില കാര്യത്തിൽ നമ്മളിങ്ങനെ റിസ്ക് എടുത്തേ മതിയാവുള്ളൂ. പിന്നെ വേദ, അവൾ എനിക്ക് അത്ര പ്രിയപ്പെട്ടതാണ്. അവളൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ലോ എന്നൊക്കെ വിക്രത്തോട് ഇഷിത പറഞ്ഞു.
ഇതേ സമയത്ത് വിനായകന്റെ അടുത്തേക്ക് നന്ദിനി എന്നു ഉള്ള ചായ കൊണ്ടേ കൊടുക്കുകയാണ്. അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു, ഇതൊന്നും കൊണ്ടേ തന്നിട്ട് കാര്യമില്ല, എടി വല്ല കുഴമ്പോ അങ്ങനെ എന്തേലും വൈദ്യരെടുത്ത് പോയി മേടിച്ചോണ്ട് പോവാ. അതെ, എന്നെ കാണിക്കാൻ അതിന്റെ ഇടയ്ക്കിലേക്ക് കയറിയത്, അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇങ്ങനെ തല്ലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാറി നിൽക്കുകയല്ലേ ചെയ്യണ്ടേ? എടി, അച്ഛനെ തല്ലുന്ന കണ്ട സമയത്ത് ഞാൻ പിന്നെ മാറി നിന്നിട്ടുണ്ട് എന്താ ചെയ്യുന്നത്? പിന്നെ അച്ഛനോടൊരു സ്നേഹമുള്ളൊരു പുത്രം വന്നിരിക്കുന്നു. എടി, നിനക്കറിയാലോ, നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന പോലും അച്ഛൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അച്ഛൻ നമ്മളെ പണ്ടേ അടിച്ചിറക്കി വരേണ്ടതാ. പക്ഷേ എങ്കിൽ അച്ഛൻ എന്തോ ഒരു കാര്യം ഉള്ളൂ നമ്മളെ ഇവിടെ നിർത്തി. പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ അച്ഛനൊരു എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് നമ്മൾ കൂടെ നിന്നില്ലെങ്കിൽ അച്ഛൻ പിന്നെ നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടില്ലേ? അതുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണോ? അങ്ങനെയാണ് നിങ്ങൾ ഇടയ്ക്കിലേക്ക് ചെന്ന് കയറ്, എന്നിട്ട് കിട്ടുന്നൊക്കെ മേടിച്ചെടുക്കുക. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടെ, അല്ലേ എനിക്കിട്ടും കിട്ടിയാനും. എന്നെ ഇതിനകത്തൊന്നും ഉൾപ്പെടുത്തിയേക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടം കൊണ്ട് ഇറങ്ങിപ്പോയി നന്ദിനി. ആ സമയം ശ്രീനിവാസന്റെ അടുത്താണ് വിശ്വവും രാജേട്ടനും ജോസഫും അനിയൻകുട്ടനും ഒക്കെ. അങ്ങനെ ശ്രീനിവാസനുമായിട്ട് വിക്രത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വം പറഞ്ഞു, എവിടെ എന്താണെന്നും അറിയത്തില്ല വിക്രം, അവനെക്കുറിച്ച് എന്തെങ്കിലും ശ്രീനി സാറിന് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിച്ചു. അതെ, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് വിശ്വം സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും സുധ അങ്ങോട്ട് ചായയൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ ചായയൊക്കെ അവർക്ക് കൊടുത്തിട്ട് സുധ പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ശ്രീനേട്ട, ഈ ഇലക്ഷൻ സമയത്ത് ഈ കേസിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നതല്ലേ നല്ലത്? അപ്പോഴേക്കും ശ്രീനിവാസൻ പറഞ്ഞു, അതൊന്നും ശരിയാവുന്ന കാര്യമല്ല. ഇപ്പം തന്നെ വാസവൻ അനുകൂലമായിട്ടാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കണേ. അനുകൂലമായിട്ടോ? അത് പിന്നെ മകൻ്റെ മരണം, ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ കൊലപാതകം എന്നല്ലേ ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെയല്ലെന്ന് അറിയിക്കണമെങ്കിൽ ആ പുളിക്കനെ പിടികൂടണമെന്ന് പറഞ്ഞു. പിന്നീട് ചോദിച്ചു, അല്ല രാജേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചേ? വിക്രത്തെ അവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കുക. നിങ്ങൾ വിക്രത്തെ ആ ഷെഡിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒട്ടും ബുദ്ധിയും ബോധമില്ലേ? നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തേ? അത് ഞങ്ങളുടെ ഒരു സ്വന്തം ബുദ്ധിക്ക് ചെയ്താ. എന്നിട്ടോ നിങ്ങൾ ആഹാരമായിട്ട് സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോവുക, അത് മാത്രം മതിയല്ലോ. വിക്രത്തെ കണ്ടെത്താൻ എളുപ്പമല്ലായിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം രാജേട്ടൻ ആലോചിച്ചു, ശരിയാ ശ്രീനി സാറേ, ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ജോസഫേ, നീയല്ലേ അവസാനമായിട്ട് വിക്രത്തെ കണ്ടെന്ന് പറഞ്ഞേ? വിക്രത്തെ തിരയാനായിട്ട് അവസാനം പോയ ആൾ നീയല്ലേ? എന്നിട്ട് എന്തായി? അത് പിന്നെ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ജോസഫ് ഇങ്ങനെ ആലോചിക്കുകയാണ്. അന്ന് വേദ കൂട്ടിക്കൊണ്ടു പോയ കാര്യങ്ങൾ വേദ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരോടും ഇതിനെക്കുറിച്ച് പറയരുതെന്ന്. അതുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ. സുരക്ഷിത കൈകളിലാണ് വിക്രം ഉള്ളത്, പക്ഷെ അത് പുറത്ത് പറയാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ജോസഫ് പറഞ്ഞു, അത് പിന്നെ സാറേ ഞാൻ അന്വേഷിച്ച് പോയെന്നുള്ളത് ശരി തന്നെയാണ്. കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന്റെ ബൈക്ക് അവിടെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. വിക്രത്തെ കണ്ടതുമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടത് സുധ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വിക്രം വാസവന്റെ കസ്റ്റഡിയിലാണെങ്കിലോ, എലക്ഷൻ ആയതുകൊണ്ട് അവൻ പിടിച്ചു വെച്ചിരിക്കുകയാണെങ്കിലോ? ശ്രീനിവാസൻ പറഞ്ഞു, അതിനും ചാൻസ് ഉണ്ട്. എലക്ഷൻ കഴിയുന്നോടം വരെ അവനെ ഒന്നും ചെയ്യാൻ വഴിയില്ല വാസവന്. അതിനുശേഷം എന്തെങ്കിലും ചെയ്യാനായിരിക്കും. എലക്ഷന് നമ്മൾ തോൽക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോഴേക്കും സുധ പറഞ്ഞു, അല്ല ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പുളിക്കനെ പിടികൂടണം. പുളിക്കനെ പിടികൂടെങ്കിലേ സത്യാവസ്ഥകൾ അറിയാൻ പറ്റുള്ളൂ. രാജേട്ടൻ പറഞ്ഞു, അതെ, അവന് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും സാറേ, ആരാ കുത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ അവനായിരിക്കും ഇതിൻ്റെ പിന്നിൽ. അവനോ? അതേന്നേ, ഇപ്പം ഈ വാസവന് വിക്രത്തെ കയ്യിലെടുത്തിട്ടുണ്ട്, അവനായിരിക്കും. ഒരു പക്ഷേങ്കിൽ അന്ന് അവനെ അവിടെ നിന്ന് ഓടി മറിഞ്ഞെന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ അവനെ പിടികൂടിയ സമയത്ത് അവൻ ഞങ്ങളുടെ പിന്നാലെ വന്നിട്ടുണ്ടെങ്കിലോ, അങ്ങനെ പിന്നാലെ വന്നതിന് ശേഷം അവൻ ഞങ്ങളെ ഒറ്റിക്കൊടുത്താണെങ്കിലോ, അല്ലെങ്കിൽ ഞങ്ങളെയല്ല അവനെ ഒറ്റിക്കൊടുത്താണെങ്കിലോ വാസവന് വിക്രത്തെ, അങ്ങനെ വിക്രത്തെ വന്ന് പിടികൂടിക്കൊണ്ട് പോയതാണെങ്കിലോ? ശ്രീനിവാസൻ പറഞ്ഞ, അതെ, അതിന് ചാൻസ് ഉണ്ട്. മിക്കവാറും അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്നത്. പക്ഷേങ്കിൽ അവനെ നമുക്ക് രക്ഷിക്കണമെന്ന് പറയണം, അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കണം. അത് മാത്രമല്ല, ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ പുളിക്കനെ പിടികൂടണമെന്ന് പറഞ്ഞു. ഈ സമയം വിശ്വം പറഞ്ഞു, അല്ല ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്താ പറയണ്ടേ? വിക്രത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അവരോട് എന്ത് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒന്നും പറയണ്ട, കാരണം വിക്രത്തെക്കുറിച്ചൊരു അറിവും ഇല്ലല്ലോ. സമാധാനമായിട്ട് വിശ്വം പോ, നമുക്ക് വിക്രം എവിടെ ഉണ്ടെങ്കിൽ അവനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രാജേട്ടനും അവരൊക്കെ യാത്ര പറഞ്ഞ് പോണ സമയത്ത് സുധ ചോദിച്ചു, അല്ലെ ഈ കേസിന് ഇടപെടേണ്ട കാര്യമുണ്ടോ? ഇടപെടണം സുധേ, കാരണം വിക്രം അവിടെ ഒന്ന് കണ്ടെത്തണം. അതോടൊപ്പം തന്നെ വിക്രം തെറ്റ് ചെയ്തിട്ടില്ല, നമ്മുടെ കയ്യിലെ കുറ്റം കൊണ്ടല്ല വാസുവിൻ്റെ മോൻ മരിച്ചതെന്നറിയണം. അതിനാ പുളിക്കിനെ ആദ്യം കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്യണ്ടേ. അവൻ എവിടെ പോയി ഒളിച്ചാലും അവനെ പൊക്കണം, എന്നിട്ട് കാര്യമുള്ളെന്നൊക്കെ ശ്രീനിവാസൻ പറഞ്ഞു. ഇതേ സമയത്ത് വേദ ദീപ്തിയെ മുറിയിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ദീപ്തി മുറിയിലേക്ക് വന്നു. അപ്പോഴേക്ക് ദീപ്തി ചോദിച്ചു, ചേച്ചി ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന ചേച്ചിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല? അതെന്താ ദീപ്തി അങ്ങനെ ചോദിച്ചാൽ? അല്ല ചേച്ചിക്ക് ഇപ്പം ആരും അടുത്തേക്ക് വരുന്നൊന്നും ഇഷ്ടമില്ലോ. നീ ഇവിടെ ഇരിക്കാനും പറഞ്ഞ് ദീപ്തി അവിടെ പിടിച്ചിരുത്തി. പിന്നീട് ചോദിച്ചു, സുഖമാണോ മോളേന്ന് ചോദിച്ചു. എന്തിനാ ചേച്ചി ഇങ്ങനൊരു ചോദ്യമൊക്കെ? അതെ, ചില കാര്യങ്ങളിലേക്ക് വിഷയത്തിലേക്ക് കടക്കണമെങ്കിൽ നമുക്ക് ചില ഇങ്ങനെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടി വരുമെന്ന് പറയണം. ചേച്ചി എന്താ ഉദ്ദേശിക്കണേ? അല്ല നീ വിശ്വസിക്കുന്നുണ്ടോ വിക്രമാണ്
വരുണിന്റെ മരണത്തിന് പിന്നിൽ നിന്ന് ഇത് ചേച്ചി ആ വിഷയം വിട്, നമുക്ക് അതിനെക്കുറിച്ച് ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. ദീപ്തി പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞിട്ട് നീ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ, നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനം എടുക്കാന്ന് പറഞ്ഞു. നിനക്കറിയാവോ വരുൺ മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ വിക്രവും വരുണും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. അവർ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ല നിന്നോട് പറഞ്ഞതായിരുന്നോ വരുൺ എന്താണ് ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ നാട് വിട്ട് പോകുന്നുള്ള കാര്യം? അത് കേട്ടുകഴിഞ്ഞ് ദീപ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാര്യം വിക്രത്തിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല വരുണിൻ്റെ അമ്മ മരിച്ചത് എങ്ങനെയാന്ന്, വരുണിൻ്റെ അമ്മ മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളും കഥകളൊക്കെ. അന്ന് വരുൺ കുട്ടിയായിരുന്ന സമയത്താണ് വരുണിൻ്റെ അമ്മ മരിക്കുന്നത്. തൻ്റെ പട്ടം പൊട്ടിപ്പോയ വിഷമത്തിൽ അച്ഛനോട് പരാതി പറയാൻ ചെന്നപ്പോഴാണ് അച്ഛൻ ചോദിച്ചത്, ഇതുപോലെയാണോ നിന്റെ പട്ടം പൊട്ടിപ്പോയി ആ മരത്തിന് മുകളിൽ കുരുങ്ങിയെന്നൊരു ചോദ്യം. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും തൻ്റെ അമ്മ തൂങ്ങിയാടുന്നൊരു കാഴ്ച. അതൊക്കെ വരുൺ പറഞ്ഞിട്ടുണ്ട്. അത് വിക്രത്തോടാണ് പറയണേ. കാരണം നിന്നോട് പറഞ്ഞതും പറയാത്തതായ പല കാര്യങ്ങളും വിക്രത്തോട് വരുൺ പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എന്താ, നിന്നെപ്പോലെ തന്നെ വരുൺ വിശ്വസിച്ച് സ്നേഹിച്ച ഒരാളാണ് വിക്രം. അങ്ങനെ വിശ്വസിച്ച ഒരാൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന നിനക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ദീപ്തി പറഞ്ഞു, അത് പിന്നെ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. കാരണം നിന്നെപ്പോലെ തന്നെ വരുൺ വിക്രത്തെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. വിക്രം എന്തായാലും വരുണിനെ അമ്മാതി സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്ര സ്നേഹവും കരുതലും ഉള്ളതുകൊണ്ടാണല്ലോ വരുൺ വിക്രത്തോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അല്ലെങ്കിൽ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ദീപ്തി? വിക്രം ഇങ്ങനെ തെറ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ദീപ്തി ആകെപ്പാടെ വിഷമത്തിലായി, എന്ത് പറയണമെന്നറിയില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.